my cuties, it's me, your Neeraj Amos, Indian Secret Foodie. Welcome back to my YouTube channel. ഇന്ന് ഞാൻ കുറച്ചധികം സന്തോഷത്തിൽ തന്നെയാണ് ഇരിക്കുന്നത്. ഞാൻ എൻ്റെ മുഖം ഒന്ന് സൂം ആക്കട്ടെ. ഇത്രയും മതി. ഓക്കെ, സന്തോഷത്തിൽ തന്നെയാണ് ഇരിക്കുന്നത്. സോ ഇന്ന് ഞാനൊരു Q&A ആൻസർ പറയാൻ വന്നതാണ്. കുറേ ക്വസ്റ്റ്യങ്ങൾക്ക് ആൻസർ പറയാൻ വന്നതാണ്. ബിക്കോസ് ഞാൻ റീസെൻ്റ്ലി എന്ന് പറയാൻ പറ്റത്തില്ല, ഒരു 1-2 മാസം മുന്നിൽ ഇൻസ്റ്റാഗ്രാമിൽ ഞാനൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. എൻ്റെ അടുത്ത് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാനുണ്ട്. അപ്പോൾ ഞാൻ എക്സ്പെക്റ്റ് ചെയ്തതിനേക്കാളും അധികം ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു, അപ്പോൾ എന്താ ഒരു Q&A ചെയ്യാലോ എന്ന് വിചാരിച്ചു. പക്ഷേ ആ 1 മാസത്തിന് മുന്നേ 1-2 മാസത്തിന് വന്ന് ആ ഒരു Q&A ചെയ്യാൻ എനിക്ക് ഇത്രയും ടൈം എടുക്കേണ്ടി വന്നു. കാരണം ഒരു പ്രോപ്പറായിട്ടുള്ളൊരു ടൈം എനിക്കില്ലായിരുന്നു. കാരണം ഈ കഴിഞ്ഞ മാസം എനിക്ക് എൻ്റെ വർക്ക് ഭയങ്കര ബിസി ഷെഡ്യൂളായിരുന്നു. അവർ വേരിയൻ ടൈമിലായിട്ട് അവരൊരു ഷിഫ്റ്റ് തരലായിരുന്നു. ഞാൻ വർക്ക് ഫ്രം ഹോം അല്ലേ, നൈറ്റൊക്കെ ആയിരുന്നു ഡ്യൂട്ടി. അവർ അമേരിക്ക ടൈമിലാണ് അവർ തരുന്നത്. അപ്പോൾ നമുക്ക് നൈറ്റൊക്കെ ഇവിടെ മറ്റേ FIFA കാണുന്ന പോലെയാണ് ഞാനിവിടെ ജോലി ചെയ്യുന്നത്. അതാണ് എൻ്റെ പ്രശ്നം. സോ US ബേസ്ഡ് കമ്പനി ആയതുകൊണ്ട് തന്നെ നമുക്കതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ട് ഞാൻ അർഹിക്കുന്നു. പക്ഷേ കുഴപ്പമില്ല, ശമ്പളം കിട്ടുന്ന പരിപാടിയല്ലേ, അതുകൊണ്ട് രാത്രിയെന്നില്ല പകലെന്നില്ലാതെ നമ്മൾ കഷ്ടപ്പെട്ടാൽ നമുക്ക് നല്ലത്. സോ അതൊന്നും അല്ല ഇവിടുത്തെ ക്വസ്റ്റ്യൻ. നിങ്ങളൊക്കെ കേൾക്കാൻ ആഗ്രഹിച്ചിരുന്ന ഒരുപാട് ക്വസ്റ്റ്യൻസിന് ആൻസർ തരാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത്. എനിവേ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് പോകാം വീഡിയോയിലേക്ക്. സോ ഗൈസ്, ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്, ഒരുപാട് ക്വസ്റ്റ്യൻസ്. അപ്പം നമുക്ക് ഓരോന്നിനായിട്ട് ആൻസർ പറഞ്ഞു തുടങ്ങാം. ആരാണ് ക്വസ്റ്റ്യൻ ചോദിച്ചതെന്നൊന്നും പറയുന്നില്ല. നിങ്ങൾക്ക് എന്നെക്കുറിച്ച് അറിയാനുള്ള എൻ്റെ പേഴ്സണലായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ കുറേ പേര് ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു Q&A ഇടാനും കൂടെ ഉള്ള കാരണം. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, അമ്മുൻ്റെ നാട്ടിലെ എത്ര റുപ്പീസ് വരും അവിടുത്തെ ഹൗസ് റെൻറ്റ്? ഗൈസ്, എൻ്റെ ഇവിടുത്തെ ഹൗസ് റെൻ്റ് എന്ന് പറയുന്നത് 1500 ആണ്. അതായത് നമ്മളെ നാട്ടിലെ 1,60,000 രൂപ. 60,000 കൂടും മേ ബി, ബിക്കോസ് ഇപ്പോഴത്തെ പൗണ്ട് വാല്യൂ വെച്ചിട്ട് 120 പൗണ്ട് സംതിങ് ആണ് ഒരു രൂപയ്ക്ക് വരുന്നത്. അപ്പം ഞാൻ 1,60,000 എന്ന് പറയുന്നതേ ഉള്ളൂ. അതാണ് എൻ്റെ ഇവിടുത്തെ ഹൗസ് റെൻറ്റ്. എൻ്റെ അടുത്ത ആൾ ചോദിച്ചേക്കുന്നത് യുവർ ഹൈറ്റ്. എൻ്റെ ഹൈറ്റ് എനിക്ക് തോന്നുന്നു 165 ആണ്. യെസ്, 165 ആണ്. 5.6 ആണ്. അതായത് 165 ആണ് എൻ്റെ ഹൈറ്റ് വരുന്നത്. അടുത്തത്, ക്വസ്റ്റ്യൻ ഒന്നുമില്ല ചോദിക്കാൻ. ഐ ലൈക്ക് യുവർ വേറെടോ, ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന്. ക്വസ്റ്റ്യൻ ഒന്നുമില്ല ചോദിക്കാൻ. ഐ ലൈക്ക് യുവർ സ്പോണ്ടേനിയസ് പ്രസൻറ്റേഷൻ ആൻഡ് ലൈക്ക് യു. താങ്ക് യു സോ മച്ച്. സ്റ്റോറീസ് ഓഫ് ഹരിയാണ് പറഞ്ഞേക്കുന്നത് കേട്ടോ. ചിലരുടെയൊക്കെ പേരെടുത്ത് പറയാം, നമുക്ക് കുഴപ്പമൊന്നുമില്ല. അടുത്തത് ക്യൂൻ ഓഫ് SJ. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ, ചേച്ചിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫുഡ് ഷെയർ ചെയ്യാമോ? ഓ മൈ ഗോഡ്, എനിക്കിപ്പോൾ ഇഷ്ടപ്പെട്ട ഫുഡ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ഒരു കഴിഞ്ഞ ഒരു ഫെബ്രുവരി മുതൽ എനിക്കിഷ്ടം മന്തി, ബീഫ് റിബ്സ് മന്തി. അതും ഇവിടെ UK സ്കോട്ട്ലൻഡിൽ ഒരു മലയാളി റെസ്റ്റോറൻ്റാണ്. അവിടെ നിന്ന് ഞാൻ കഴിച്ച ഒരു ബീഫ് റിബ്സ് മന്തി, അത്രയും ടേസ്റ്റുള്ളൊരു ഫുഡ് എൻ്റെ ജീവിതത്തിൽ മുന്നിലോ പിന്നിലോ ഞാൻ കഴിച്ചിട്ടില്ല. അതാരൊക്കെ കൊണ്ടുപോയി ഞാൻ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടോ അവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു അടിപൊളി ഫുഡാണ് അത്. സോ അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, യുവർ ഏജ്. എനിക്ക് 26 ഇയേഴ്സ് ഓൾഡാണ് ഞാൻ. അടുത്ത, ഹൗ ഈസ് യുവർ ന്യൂ ലൊക്കേഷൻ ആൻഡ് ഹോം? ഐ ലൈക്ക് ഇറ്റ്. ആക്ച്വലി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇംഗ്ലണ്ടിനെ അപേക്ഷിച്ച് സ്കോട്ട്ലൻഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. 2 കാരണങ്ങളാണ്. ഒന്ന് കൺജസ്റ്റഡ് അല്ല, 2 വെതർ. കഴിഞ്ഞ വർഷം ഞങ്ങൾ ഇംഗ്ലണ്ടിലായിരുന്ന സമയത്തൊക്കെ ഈ ഒരു സമ്മർ ടൈം വന്നപ്പോഴത്തേക്കും എൻ്റെ പൊന്നോ ചൂടെടുത്തിട്ട് എൻ്റെ അച്ഛനൊക്കെ പുറത്ത് സോഫയിലൊക്കെ പോയി കിടന്നിട്ടുണ്ട്. പക്ഷേ ഇവിടെ എല്ലാ ടൈമും സമ്മറിലും വിൻ്ററിലും ഒക്കെ ഒരു തണുപ്പാണ്. സമ്മർ ടൈമിലുള്ള വരുന്ന തണുപ്പ് തന്നെ നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന തണുപ്പാണ്. പക്ഷേ അധികം വേർത്തൊലിച്ച് ഹ്യൂമിഡിറ്റിയൊക്കെ വരുന്ന, അല്ലെങ്കിൽ ചൂട് കൊണ്ട് ഉഷ്ണം വരുന്ന രീതിയിലുള്ള ചൂട് ഇവിടെ സ്കോട്ട്ലൻഡിലില്ല. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. 2,
കൺജസ്റ്റഡ് അല്ല. സ്കോട്ട്ലൻഡിൽ എവിടെ മെയിൻ സിറ്റികളിൽ പോയാൽ പോലും ലണ്ടനോ കൊവൻട്രിയോ ബർമിംഗ്ഹാമോ പോലെ അത്ര വലിയ ബിസി പിടിച്ച കൺജസ്റ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയ അല്ല സ്കോട്ട്ലൻഡ്. അതും കൂടാതെ ഇവിടെയുള്ള എല്ലാ ബിൽഡിങ്ങും ഭയങ്കര ട്രഡീഷണലായിട്ട് ഭയങ്കര എത്രയോ വർഷങ്ങൾക്ക് മുന്നിലേ മുതലുള്ള അവർ കീപ്പ് ചെയ്ത് അങ്ങനെ ആർക്കിടെക്ചറൊക്കെ ചെയ്ത് കൊണ്ടുവരുന്ന ബിൽഡിങ്സാണ്. നമ്മൾ യു കെയിലൊക്കെ മറ്റേ ലണ്ടനിലൊക്കെ പോയാൽ നമുക്ക് കാണാൻ വലിയ വലിയ പുതിയ ന്യൂ ബിൽഡിങ്സ് ഒക്കെ നമുക്ക് കാണാൻ പറ്റും. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ഉള്ളതൊക്കെ പഴയ ആ ട്രഡീഷൻ അവർ അങ്ങനെ നിലനിർത്തി കൊണ്ടു പോകുന്ന രീതിയിലുള്ള ബിൽഡിങ്സും കാര്യങ്ങളൊക്കെയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. പിന്നെ നല്ല ആൾക്കാരാണ്, നല്ല കൾച്ചറാണ്, നല്ല വെതറാണ്, ഒത്തിരി സമാധാനവും സന്തോഷവും ഉള്ള സ്ഥലമാണ്. പിന്നെ കാണാൻ ഒരുപാട് നല്ല നേച്ചർ ഫ്രണ്ട്ലി ആയിട്ടുള്ള സ്ഥലങ്ങളുണ്ട്. സോ ഓഫ് കോഴ്സ് എനിക്കിഷ്ടം സ്കോട്ട്ലൻഡ് തന്നെയാണ്. അടുത്തത്, ഇഫ് ഐ മെസ്സേജ് യു പേഴ്സണലി വിൽ യു റിപ്ലൈ ടു മീ DM? യെസ്, ഓഫ് കോഴ്സ്. ഞാൻ ഒട്ടുമിക്ക ആൾക്കാർക്കൊക്കെ റിപ്ലൈ കൊടുക്കാറുണ്ട്. അങ്ങനെ ആർക്കും റിപ്ലൈ കൊടുക്കാതിരിക്കാറില്ല. യുവർ സ്കിൻ കെയർ റൊട്ടീൻ പറ. സ്കിൻ കെയർ റൊട്ടീൻ ഗൈസ്, ഞാൻ ഇപ്പോഴും വീണ്ടും പറയുവാണ്, ഈ റീസെൻ്റ്ലി എനിക്ക് എൻ്റെ സ്കിന്നിനെ കുറിച്ച് ഒരുപാട് മോശമായിട്ടുള്ള കമൻറ്റ്സ് ഞാൻ എൻ്റെ ഫേസ്ബുക്കിലാണ് കൂടുതലെങ്കിലും. അത് അപ്പൂപ്പന്മാരെ നമ്മൾ മൈൻഡ് ചെയ്യാൻ പാടില്ല. ദേ ആർ ഓൾഡ്. അതിൻ്റേതായിട്ടുള്ള കൾച്ചർലെസ് അവർക്ക് എന്തായാലും ഉണ്ട്. അപ്പം ഇൻസ്റ്റഗ്രാമിലൊക്കെ ഞാൻ ഫീൽ ചെയ്യുന്നത് ചൊറി പിടിച്ച മുഖം, കുഷ്ഠം പിടിച്ച മുഖം, ട്രാൻസ്ജെൻഡറിനെ പോലെ ഇരിക്കുന്നു, ഇവളൊക്കെ എന്തിന് ഇത്രയും ക്രീം വാരി തേക്കുന്ന, കാക്ക കുളിച്ചാൽ കൊക്കാവത്തില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് കേൾക്കാറുണ്ട്. ഐ നെവർ മൈൻഡ്, ബിക്കോസ് എൻ്റെ പഴയ സ്കിന്ന് എത്രത്തോളം വികൃതമായിരുന്നു എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എനിക്ക് കോൺഫിഡൻറ്റ് എൻ്റെ മറ്റേ ഈ അറ്റത്തെ ലെവലായിരുന്നു. കാരണം എനിക്ക് പുറത്തോട്ട് ഇറങ്ങാനോ ഒന്നും പറ്റാത്ത രീതിയിൽ ഇവിടെ രണ്ട് സൈഡും മുഖത്തും ഇത് ഈ ഒരു നെറ്റി ഭാഗത്തൊക്കെ കുരു പഴുത്ത് പൊട്ടാറായിരിക്കുന്ന രീതിയിലാണ് എനിക്ക് കുരു വന്ന് നിന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ അതിൽ നിന്ന് ഇപ്പം എനിക്ക് എത്രയോ ഫീൽ ബെറ്ററാണ്. അതിൽ എനിക്ക് നല്ല സന്തോഷമുണ്ട്. അതെൻ്റെ കഴിഞ്ഞ ഒരു 2-3 വർഷമായിട്ട് ഞാൻ പ്രോപ്പറായിട്ട് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന എൻ്റെ സ്കിൻ കെയർ. ഒരുപാട് പ്രൊഡക്റ്റ് ഞാൻ വാങ്ങിച്ച് ട്രൈ ചെയ്യാറുണ്ട്. ചില പ്രൊഡക്റ്റ് എനിക്ക് വീണ്ടും കുരു കൂട്ടാറുണ്ട്, ചില പ്രൊഡക്റ്റ് കുരു കുറയ്ക്കാറുണ്ട്. പക്ഷേ എനിക്ക് കറക്റ്റായിട്ട് റിസൾട്ട് കിട്ടി തുടങ്ങിയത് പ്രോപ്പറായിട്ടുള്ള ഫുഡ് കഴിച്ചു തുടങ്ങിയപ്പോഴാണ്. ഷുഗർ കട്ട്, ഓയിലൊക്കെ കുറച്ചിട്ട് ഫ്രൂട്ട്സ് അധികം കഴിച്ചു തുടങ്ങി, പിന്നെ രാവിലെ ഓട്സ്, നട്ട്സൊക്കെ കഴിച്ചു തുടങ്ങിയ സമയത്താണ് എനിക്ക് റിസൾട്ട് കിട്ടി തുടങ്ങിയത്. അപ്പം അതാണ് മെയിൻ റൊട്ടീൻ. സ്കിൻ കെയർ റൊട്ടീൻ എന്ന് പറയുമ്പം രാവിലെയും വൈകിട്ടും ഫേസ് വാഷ് യൂസ് ചെയ്യും, ടോണർ യൂസ് ചെയ്യും. രാവിലെ ആണെങ്കിൽ ഏതെങ്കിലും ഒരു നല്ല മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ. രാത്രിയാണെങ്കിൽ ഒരു മോയ്സ്ചറൈസർ ഇട്ട് കിടന്നുറങ്ങും. ഇത്രയേ ഉള്ളൂ സ്കിൻ കെയർ. ഏതെങ്കിലും ഒരു സിറം, നല്ലൊരു സിറം യൂസ് ചെയ്യും. രാത്രിയാണെങ്കിൽ സാലിസിലിക് ആസിഡോ വൈറ്റമിൻ സി ഒക്കെ യൂസ് ചെയ്യും. മോർണിംഗ് ആണെങ്കിൽ സിറം വളരെ കുറവായിരിക്കും, എന്നാലും ഇടാണ്ടിരിക്കുന്നില്ല, നയാസിനമൈഡൊക്കെ യൂസ് ചെയ്യാറുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, നാട്ടിൽ വന്ന് സെറ്റിൽ ആവാനാണോ അതോ UK തന്നെ കണ്ടിന്യൂ ചെയ്യാനാണോ താല്പര്യം? ട്രൂലി പറയുവാണെന്നുണ്ടെങ്കിൽ, ഞാൻ കഴിഞ്ഞ കുറേ വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഇപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹം ഇതൊക്കെ നിർത്തി നാട്ടിൽ പോയാലോ, നാട്ടിൽ പോയി അച്ഛനും അമ്മയുടെയും കൂടെ അവിടെ നിന്നാലോ. പിന്നെ ഇപ്പോൾ ഈ ഒരു ലൈഫ് സ്റ്റൈൽ വ്ളോഗേഴ്സിനൊക്കെ നാട്ടിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസും കാര്യങ്ങളും ഉണ്ട്. പിന്നെ നാട്ടിൽ പോയാൽ എനിക്ക് ഇത് തന്നെ ഒരു മെയിൻ ജോലിയായിട്ട് കൊണ്ടുപോകാൻ പറ്റും. എനിക്ക് മറ്റേ ജോലിയും ഈ ജോലിയും കൂടെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നില്ല, കാരണം എനിക്ക് ടൈം കിട്ടുന്നില്ല. പിന്നെ ഇതെടുക്കാമെന്ന് വെച്ചാൽ അതാണ് നമ്മളെ മെയിൻ ഇമ്പോർട്ടൻറ്റ്, നമ്മളെ ജീവിത മാർഗം. അത് കഴിഞ്ഞിട്ടേ നമുക്ക് യൂട്യൂബ് വീഡിയോസൊക്കെ എടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ പിന്നെ എനിക്ക് നാട്ടിലെ ഫുഡ്, നാട്ടിലെ സ്ഥലങ്ങൾ, ചില വീഡിയോസൊക്കെ കാണുമ്പോഴേക്കും നാട് എനിക്ക് നന്നായിട്ട് മിസ് ചെയ്യാറുണ്ട്. കൂടാതെ ഉത്സവം ഒക്കെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഞാൻ വീട്ടിലൊക്കെ പറയും, ഞാൻ ഇന്ന് നിർത്തിയിട്ട് വരട്ടാ, എനിക്ക് നാട്ടിൽ കണ്ടിന്യൂ ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ വിചാരിക്കാറുണ്ട്. സ്റ്റിൽ എനിക്കറിയില്ല. പക്ഷെ നമുക്ക് ഇവിടെ എന്ന് പറഞ്ഞ ഒരു രാജ്യം, നമ്മൾ ജോലിയിൽ കൂടെ നമുക്ക് നന്നായിട്ട് ഏൺ ചെയ്യാൻ പറ്റും, റദർ ദാൻ യൂട്യൂബിൽ കൂടെ പൈസ ഏൺ ചെയ്യാൻ പറ്റത്തില്ലെന്നല്ല, നമ്മളതൊരു ജീവിത മാർഗമായിട്ട് എടുത്താൽ നമുക്ക് പറ്റും. പക്ഷേ എൻ്റെ മെയിൻ ജീവിത മാർഗം എന്ന് പറഞ്ഞാൽ ആ ഒരു ജോലിയാണ്. അപ്പോൾ അതിൽ കൂടി എനിക്ക് നല്ല രീതിയിലുള്ള ഇൻകം കിട്ടുന്നുണ്ട്. പിന്നെ സമാധാനത്തിലും സന്തോഷത്തിലും കൾച്ചറിലും താമസിക്കാൻ പറ്റുന്നൊരു രാജ്യം UK തന്നെയാണ്. പക്ഷെ എന്നാലും എനിക്ക് ഭയങ്കര ഒരു ചാഞ്ചാട്ടമുണ്ട്, നാട്ടിൽ പോകണം എന്ന്. ഹോപ്പ്ഫുള്ളി എനിക്കറിയില്ല എന്താണ് എൻ്റെ ഒരു തീരുമാനം. സോ വാട്ട് ഈസ് യുവർ പാഷൻ ആൻഡ് ഗോൾ ഓഫ് യുവർ ലൈഫ്? ഓക്കെ, എനിക്ക് ഒരു കുറേ ഗോൾ അച്ചീവ് ചെയ്യണം എന്നുണ്ട്, കുറേ മെയിൻ എയിംസ് ഉണ്ട്. പക്ഷേ ഞാൻ അതിൽ ഒരു മെയിനായിട്ടുള്ള 3-4 കാര്യങ്ങളൊന്നും പറയുന്നില്ല, ബിക്കോസ് അത് കീപ്പ് ഇറ്റ് പ്രൈവറ്റായിട്ട് കീപ്പ് ചെയ്താൽ നമുക്ക് എപ്പോഴെങ്കിലും അത് സക്സസ് ആവും എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം.
അപ്പോൾ ചില കാര്യങ്ങൾ പറയുമ്പോൾ എനിക്ക് UK ഒരു വീട് വാങ്ങണം എന്നൊരാഗ്രഹമുണ്ട്. അത് ഹോപ്പ്ഫുള്ളി നടക്കണം എന്ന് തന്നെയാണ് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നതും പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്നതും. അതെൻ്റെ ഒരു പാഷൻ ആൻഡ് എയിമാണ്. പിന്നെ എൻ്റെ ഒരു ഗോളെന്ന് പറഞ്ഞാൽ അച്ചീവ് ചെയ്യാനുള്ളൊരു ഗോളെന്ന് പറഞ്ഞാൽ എനിക്കൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം. എന്തെങ്കിലും ഒരു നോർമൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം എന്ന് എനിക്കൊരു നല്ല രീതിയിലുള്ള ആഗ്രഹമുണ്ട്. അത് ഇതുവരെ എനിക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല. നമ്മൾ 2026 വിഷൻ ബോർഡിലൊക്കെ എഴുതി വെച്ചിട്ടുള്ള കാര്യമാണ് എനിക്ക്. പക്ഷേ അത് എപ്പോൾ വേണമെങ്കിലും സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നൊരു രീതിയാണ്. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് കുറച്ച് സമാധാനത്തോടെ ഇരുന്ന് കുറച്ച് അധികം പ്രഷറൊന്നും ഇല്ലാണ്ട് നല്ലോണം ഉറങ്ങി നല്ലോണം വർക്കൊക്കെ ചെയ്യുന്ന ആ ഒരു ഇതാണ് എനിക്കിഷ്ടം. പക്ഷേ എനിക്ക് ഇപ്പോൾ ഉള്ള ഡ്യൂട്ടിയും മറ്റൊന്നും കൂടി നടക്കുന്നില്ല. കാരണം ഇവർ ഷിഫ്റ്റ് ഇടുന്നത് ടക്ക് എന്നാണ്. 2 to 4, 4 to 8, രാത്രി 12 to 2 ഇങ്ങനെയൊക്കെയാണ് അവർ ജോലി തരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഞാൻ ഇനി ഒരു ബിസിനസ്സും കൂടെ സ്റ്റാർട്ട് ചെയ്ത് എനിക്ക് അതും കൂടെ നോക്കാനുള്ളൊരു ടൈം കിട്ടുമോ എന്നുള്ളൊരു പ്രശ്നം എനിക്കുണ്ട്. ഹോപ്പ്ഫുള്ളി എനിക്ക് എന്തായാലും അടുത്ത ഫെബ്രുവരിയിൽ വിസ ചേഞ്ച് ആക്കാനുള്ള ഒരു ടൈം വരും. ആ സമയത്ത് വേറെ ഏതെങ്കിലും ജോലി കിട്ടുവാണെന്നുണ്ടെങ്കിൽ ഞാനത് തന്നെ അതിനുള്ളിൽ അടുത്ത വർഷമെങ്കിലും എന്തായാലും സ്റ്റാർട്ട് ചെയ്യണം എന്നാണ് വിചാരിക്കുന്നത്. ഡു യു ഹാവ് എനി ബിഗ് ഡ്രീംസ്? ഓഫ് കോഴ്സ്. ഡ്രീംസ് ഇല്ലാത്ത ആൾക്കാരുണ്ടോ? ഉണ്ടോ? നിങ്ങൾക്ക് ആർക്കും ഡ്രീംസ് ഇല്ലേ? ഓഫ് കോഴ്സ് എനിക്ക് ഡ്രീംസ് ഉണ്ട്. അതാണ് ഞാൻ പറഞ്ഞ ഒരു 3-4 വലിയ ഡ്രീംസ് ഞാൻ പറയുന്നില്ല. അടുത്ത ഇതിലുള്ള മെയിൻ ഡ്രീംസാണ് എനിക്ക് UK ഒരു വീട് വാങ്ങണം എന്നുണ്ട്. പിന്നെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം എന്നുണ്ട്. അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഡ്രീംസ്. ഫേവറേറ്റ് സോങ് ഇതാണേ. Mommy don't know that is getting hot at the body shop doing something unholy. ഈ പാട്ടാണ് ഞാനിപ്പോൾ ഫേവറേറ്റ് ആയിട്ട് ഞാൻ ഡെയിലി കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇതല്ലാണ്ട് എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ഇന്ത്യൻ സോങ് എന്ന് പറഞ്ഞാൽ ഈ തെയ്യത്തിൻ്റെയൊക്കെ പാട്ടില്ലേ, നമ്മുടെ ഈ കാന്താര സിനിമയിലൊക്കെ ഉള്ള കുറച്ച് പാട്ടുകൾ. പിന്നെ ഈ തെയ്യത്തിൻ്റെ പാട്ടിൽ ഏത് പാട്ടാണത്? വരിക ദേവോ, അങ്ങനത്തെ പാട്ടുകൾ. പിന്നെ അത് കാന്താരയിലെ ഒരു പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ തെയ്യത്തിൻ്റെ പാട്ടുകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ വാട്ട് ഈസ് ദാറ്റ് ടാറ്റു? വിച്ച് ടാറ്റു? ഈ ടാറ്റു ദിസ് ഈസ് നീരജ അമ്മൂസ്. പിന്നെ ഇവിടെയുള്ളൊരു ടാറ്റു ഉള്ളത് ഒരു ചന്ദ്രനാണ്, ചന്ദ്രനിലുള്ളൊരു ഇതാണ്. പിന്നെ ഇവിടെ ഈ ടാറ്റു മം ആൻഡ് ഡാഡ്, ബിക്കോസ് മസ്റ്റ് ഓൾവേസ് ലവ് മം ആൻഡ് ഡാഡ്. ആൻഡ് എൻ്റെ കാലിലുള്ള ഒരു ബിഗ് ടാറ്റു ആണെങ്കിൽ അതിന് 2 അർത്ഥമുള്ളൂ. ഒന്ന് ഒരു സ്വാനുണ്ട്, പിന്നെ ഒരു പൂക്കളുണ്ട്, പിന്നെ ഇതിന് ഒരു സൈഡിൽ നോക്കുമ്പം ഏറ്റവും വീക്കസ്റ്റ് ആയിട്ടുള്ളൊരു പേഴ്സണാണ്. പുറമേ നോക്കുന്നുള്ളവർക്ക് ഭയങ്കര ഡിപ്രസ്ഡ് ആൻഡ് വീക്കസ്റ്റ് ആയിട്ടുള്ളൊരു പേഴ്സണാണ്. പക്ഷേ എൻ്റെ ഉള്ളിൽ കത്തി ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു തീയാണ് ഞാനെന്ന് പറയുന്ന രീതിയിലുള്ളൊരു ടാറ്റു ഞാൻ തന്നെ ക്രിയേറ്റ് ചെയ്ത് ഉണ്ടാക്കിയതാണ്. ചേച്ചി എന്നോടൊന്നും തോന്നരുത്, ഐ യൂസ് യുവർ പിക് ഡെയിലി. ഫക്ക്. നിങ്ങൾ പറ, ഇതിനൊക്കെ ഞാൻ എന്താണ് റിപ്ലൈ കൊടുക്കാനുള്ളത്? നീ യൂസ് ചെയ്തോ മോനെ, നിൻ്റെ സന്തോഷമില്ലേ? നിന്നെയൊന്നും തിരുത്താൻ പറ്റത്തില്ല. കാരണം അച്ഛനമ്മയ്ക്ക് അടിച്ച് വളർത്താൻ കഴിവില്ലെങ്കിൽ പിന്നെ നമ്മൾ അടിച്ച് വളർത്തിയിട്ട് കാര്യമുണ്ടോ? നായിൻ്റെ മക്കൾ. അടുത്ത വോട്ട് ഈസ് യുവർ ഹൈറ്റ് ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു. അമ്മു എങ്ങനെയാണ് ഹാപ്പി ആയിരിക്കുന്നത്? എനിക്ക് തൻ്റെ വീഡിയോസ് ഒരുപാട് ഇഷ്ടമാണ്. ഓഫ് കോഴ്സ് ഹാപ്പി ആയിട്ടിരിക്കുന്നത്. ഗൈസ്, ഐ ആം നോട്ട് ഹാപ്പി. ഞാൻ സത്യം പറഞ്ഞാൽ നിങ്ങളാരും കാണുന്നതല്ല നമ്മുടെ ജീവിതം. സെറ്റിൽഡാണ്, കാമായിട്ട് പോകുന്നതേ ഉള്ളൂ. ഐ മീൻ ഭയങ്കര ഹാപ്പി എന്നല്ല. നമ്മൾ ഇടുന്ന വീഡിയോസൊക്കെ ഭയങ്കര ഹാപ്പിലി പ്രസൻറ്റ് ചെയ്താലേ അത് കാണുന്നവർ കൂടി കുറച്ച് അട്രാക്റ്റീവായിട്ട് തോന്നത്തുള്ളൂ. അതുകൊണ്ട് നമ്മൾ ഹാപ്പി ആയിട്ടിടുന്നത്. നോർമലി ഒരു പെൺകുട്ടികളുടെ ജീവിതത്തിൽ വരാനുള്ള ഒരുപാട് പ്രശ്നങ്ങൾ എൻ്റെ ലൈഫിലും വരുന്നുണ്ട്. പിന്നെ റീസെൻ്റ്ലി കഴിഞ്ഞ ഒരു വിസേൻ്റെ പ്രശ്നം കാരണം ഇപ്പോഴും സ്റ്റിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഞാൻ അനുഭവിക്കുന്നുണ്ട്. തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ പോലും ഞാൻ അപ്പോഴൊക്കെ ആലോചിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ കോടതിയിലൊക്കെ എന്തെങ്കിലുമൊക്കെ ശിക്ഷയ്ക്ക് ഈ തെറ്റ് ചെയ്യാത്ത ആൾക്കാർ ശിക്ഷിക്കപ്പെടത്തില്ല. അവർ ജയിലിൽ കിടന്ന് അവരനുഭവിച്ച് അവരെയൊക്കെ അവസ്ഥ ഞാനപ്പോൾ ആലോചിക്കും. ഇതിന് ഭേദം ജയിലിൽ പോയി കിടന്നിരുന്നെങ്കിലും അവിടെ കിടന്നങ്ങ് ഉറങ്ങാം. ഇത് പുറത്ത് നമ്മൾ അനുഭവിക്കുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞാലുണ്ടല്ലോ, ഒരു തെറ്റ് ചെയ്യാതെ നമ്മൾ ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങൾ അത് നമ്മൾ വിചാരിക്കുന്നതിലും അപ്പുറമാണ് ഗൈസ്. അത് പറയാൻ ചേച്ചി യൂസ് ചെയ്യുന്ന ലിപ്സ്റ്റിക് ഷെയ്ഡ് പറയാൻ എനിക്കറിയത്തില്ല. ലിപ്സ്റ്റിക്ക് വേണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം.
ഞാൻ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന 2 ലിപ്സ്റ്റിക്കാണ്. ഒന്ന് ലാക്മീൻ്റെയും ഒന്ന് സെഫോറേൻ്റെയും മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. ബാക്കി കുറേ ലിപ്സ്റ്റിക്കൊക്കെ യൂസ് ചെയ്യാറുണ്ട്. മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ഒരു ലാക്മീൻ്റെയും സെഫോറേൻ്റെയും ഒരു ലിപ്സ്റ്റിക്ക്. ഒരു ബ്രൗണും അല്ല, ഒരു ചുമപ്പും അല്ല, നമ്മുടെ ഒരു ചുണ്ടിൻ്റെ ഒരു കളറ് അറിയാൻ വേണ്ടിയിട്ട് നിൽക്കത്തില്ല. എൻ്റെ കുറച്ച് ഡാർക്കസ്റ്റ് ചുണ്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആ ഒരു ചുണ്ടിൻ്റെ കളർ അറിയാൻ നീങ്ങുന്നത് ചെറിയൊരു റെഡും ചെറിയൊരു ബ്രൗണൊക്കെ ചേർത്തിട്ടുള്ള ഒരു ലിപ്സ്റ്റിക്കാണ്. ഇപ്പോൾ അതല്ല ഇട്ടേക്കുന്നത്. ഇപ്പം ഞാൻ ഇട്ടേക്കുന്ന ഒരു ലിപ് ബാമാണ്. അടുത്ത, ഫേസ് ബ്രൈറ്റനിങ് ആകാൻ എന്തെങ്കിലും വഴിയുണ്ടോ? എനിക്ക് ഒരു ഐഡിയ ഇല്ല. ഞാൻ അങ്ങനത്തെ ഒരു ഡിപ്പാർട്ട്മെൻറ്റേ അല്ല. ഞാൻ എന്തൊക്കെയോ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നുണ്ട്. ലക്കിലി എനിക്കതൊക്കെ വർക്ക് ആവുന്നുണ്ട്. അത് എന്ത് പ്രൊഡക്റ്റാണ് വർക്ക് ആവുന്നതെന്ന് എനിക്കറിയാം. നമ്മൾ ഇപ്പോൾ ഒരു ടോണർ ഞാൻ കണ്ടിന്യൂസ് യൂസ് ചെയ്യുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട്, ഇത് ഇന്ന റിസൾട്ടാണ് തരുന്നത്. സിറം ഇന്ന റിസൾട്ടാണ് തരുന്നത്. സിറം നമ്മൾ സാലിസിലിക് ആസിഡ് യൂസ് ചെയ്യുന്നത് എന്തിനാണ്, നിയാസിനമൈഡ് യൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് അറിയാം. ചില മോയ്സ്ചറൈസർ എനിക്ക് നല്ല റിസൾട്ട് തരാറുണ്ട്. ചില മറ്റേ ഡാർക്ക് സ്പോട്ട് സിറംസ് എനിക്ക് നല്ല റിസൾട്ട് തരാറുണ്ട്. സത്യം പറഞ്ഞാൽ ഞാൻ ഒരുപാട് പ്രൊഡക്ട്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഒരുപാട് പ്രൊഡക്ട്സ് എനിക്ക് നല്ല റിവ്യൂ തരാറുണ്ട്. ചില പ്രൊഡക്ട്സ് എനിക്ക് അത്യാവശ്യം നല്ല മോശം. ഞാൻ അന്നൊരു പ്ലിക്സിൻ്റെ ക്രീംസ് യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. അത് യൂസ് ചെയ്തതിൻ്റെ അടുത്ത ദിവസം പോലും എൻ്റെ മുഖം ഫുള്ളും ഭയങ്കര കുരുവായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു വേറെ എന്തെങ്കിലും കഴിച്ചിട്ടായിരിക്കും എന്ന് വിചാരിച്ച് വീണ്ടും 1-2 ആഴ്ച കഴിഞ്ഞിട്ട് വീണ്ടും യൂസ് ചെയ്തു. അപ്പോഴും വീണ്ടും കുറേ കുരു വന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഈ പ്രൊഡക്റ്റ് എൻ്റെ സ്കിന്നിന് പറ്റിയതല്ല. അങ്ങനെ കുറേ പ്രൊഡക്റ്റ് എനിക്ക് നെഗറ്റീവ് വന്നിട്ടുണ്ട്. അത് ബാക്കിയുള്ള പ്രൊഡക്റ്റൊക്കെ പോസിറ്റീവാണ്. കൂടുതലും കെ ബ്യൂട്ടി പ്രൊഡക്റ്റ്. ഓഫ് കോഴ്സ് കെ ബ്യൂട്ടി പ്രൊഡക്റ്റ് സംഭവം കിടിലമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അയ്യോ അടുത്ത കമൻറ്റ് അടുത്ത മെസ്സേജ് എന്ന് പറഞ്ഞാൽ, നാട്ടിൽ എവിടെയാണ് ചേച്ചി, ഇനി എന്നാ നാട്ടിൽ പോകുന്നത്? നാട്ടിൽ ഞാൻ ട്രിവാൻഡ്രത്താണ്. നാട്ടിൽ പോകാൻ പ്ലാൻ എനിക്കായി ഹോപ്പ്ഫുള്ളി നെക്സ്റ്റ് ഇയറിൽ 2027 പോകണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്താ കല്യാണം കഴിക്കാത്തത്? കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് കല്യാണം കഴിക്കാമെന്ന് വിചാരിച്ചു. ബോയ് ഫ്രണ്ട് ഉണ്ടല്ലോ, അപ്പം രണ്ടുപേരും ഒന്ന് സെറ്റിൽഡ് ആയിട്ട് നല്ലൊരു ജോലി, അത്യാവശ്യം നല്ലൊരു ഇൻകം ഒക്കെ വന്ന് തുടങ്ങിയിട്ട് ഒരു കുടുംബജീവിതത്തിനെ കുറിച്ച് ആലോചിക്കാമെന്ന് വിചാരിച്ചു. ജോലിയെക്കുറിച്ച് ടോട്ടൽ ഡീറ്റെയിൽസ് പറയാമോ? ജോലിയെക്കുറിച്ച് ഡീറ്റെയിൽസ് പറയാൻ വേണ്ടിയിട്ട്, ഞാൻ വർക്ക് ചെയ്യുന്നത് ഒരു മാർക്കറ്റിംഗ് കോർഡിനേറ്റർ ആയിട്ടാണ്. ഇതൊരു US ബേസ്ഡ് കമ്പനിയാണ്. പക്ഷേ അതിൻ്റെ ബ്രാഞ്ച് വരുന്നത് ഇവിടെ സ്കോട്ട്ലൻഡ് എഡിൻബറയാണ്. ഞാൻ ചെയ്യുന്നത് വർക്ക് ഫ്രം ഹോമാണ്. അപ്പോൾ എനിക്ക് മെയിൻലിയും US ബേസ്ഡ് ടൈമിലാണ് എനിക്ക് ജോബ് വരാറ്. ഒരു ഡെയിലി നമുക്ക് ചിലപ്പോൾ 2 അവർ ഷിഫ്റ്റ് കിട്ടുന്ന ടൈമുണ്ട്, 12 മണിക്കൂർ ഷിഫ്റ്റ് കിട്ടുന്ന ദിവസങ്ങളുണ്ട്. അത് ഡിപ്പെൻസ് ഓൺ ദ ജോബാണ്. പിന്നെ നമുക്ക് വളരെ സ്ട്രെസ്സ് കുറഞ്ഞ ഒരു ജോലിയാണ്. ചില സമയത്ത് അവർ വർക്ക് തരും, നമുക്ക് എപ്പോഴെങ്കിലും ചെയ്ത് കൊടുത്താൽ മതി. ചില സമയത്ത് ഇന്ന ദിവസം തന്നെ വേണമെന്ന് പറഞ്ഞാൽ നമ്മൾ രാവിലെ മുതൽ അതിന് വേണ്ടിയിട്ടിരുന്ന് ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ എല്ലാ ജോലിയിലും എന്തായാലും ഒരു ഹാർഡ് വർക്ക് ഉണ്ടല്ലോ. പിന്നെ ഓഫ്കോഴ്സ് കെയർ ഹോമാണോ ഈ ജോലിയാണോ ഇഷ്ടം ചോദിച്ചാൽ ഞാൻ ഉറപ്പായിട്ടും കെയർ ഹോമേ പറയത്തുള്ളൂ. കാരണം എനിക്ക് കെയർ ഹോമിൽ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എനിക്ക് എൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ളൊരു ടൈം ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ഈ ജോലി ചെയ്യുന്ന സമയത്ത് എനിക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ളൊരു ടൈം കിട്ടുന്നില്ല. തുടക്കത്തിലുണ്ടായിരുന്നു കേട്ടോ. തുടക്കത്തിൽ ഞാൻ പറഞ്ഞ വീഡിയോസിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇത് വർക്ക് ഫ്രം ഹോം ആയതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല, 2 hours 3 hours ഒക്കെ ഷിഫ്റ്റ് ഉള്ളൂ, ബാക്കിയുള്ള സമയത്ത് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാം. പക്ഷേ കഴിഞ്ഞ 1-2 മാസമായിട്ട് വർക്ക് ഭയങ്കര ടൈറ്റാണ്. അപ്പം എനിക്കൊരു സമയം കിട്ടുന്നില്ല. മെൻ്റലി ഞാൻ ഭയങ്കര, അത് വീട്ടിനകത്ത് നമ്മൾ കൊളീഗ്സിനെ ഒന്നും കാണാതെ വീട്ടിനകത്ത് ഇരുന്ന് ചെയ്യുന്ന ജോലി ആയതുകൊണ്ട് എനിക്ക് ഭയങ്കര സ്ട്രെസ്സാകുന്നു. നമ്മൾ ജോലിക്ക് പോയി ആൾക്കാരെയൊക്കെ കണ്ട് അവരുടെ അടുത്തൊക്കെ സംസാരിച്ച് നമ്മളവിടെ പോയി ഫുഡൊക്കെ കഴിച്ച് ചെയ്യുന്നത് വേറൊരു വൈബല്ലേ. അതാ. ഒരു റൊമാൻറ്റിക് റീൽ ചെയ്യാമോ? യാൻജി സോങ്. I'll try my best. Where is Nainu and your ചേച്ചി? Please talk about them, please. നൈനുവും ചേച്ചിയും ഡോവറിലാണ്. ഇപ്പം അമ്മും അവിടെ ഉണ്ട്, വേറെ പ്രശ്നമൊന്നുമില്ല, അവരവിടെയാണ്. പിന്നെ ഇതിനെക്കുറിച്ച് എനിക്കധികം സംസാരിക്കാൻ താല്പര്യമില്ല. അതുകൊണ്ട് വെറുതെ എന്താണ്, എല്ലാ ഫാമിലിയിലും ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാവത്തില്ലേ. അതുപോലെ ചേച്ചി അനിയത്തേക്ക് ആകുമ്പോൾ ചെറിയ ചെറിയ വഴക്കോടിയൊക്കെ ഉണ്ടാവത്തില്ലേ, അത് തന്നെയാണ്, വേറെ പ്രശ്നമൊന്നുമില്ല. ഒരുപാട് പേര് കമൻസിലൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ചേച്ചിയെ കാണാൻ പോകാറില്ല, നൈനുവിനെ കാണാൻ പോകാറില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം സംസാരിക്കാൻ താല്പര്യമില്ല, ഇഗ്നോർ ദ ടോപ്പിക്. ചേച്ചി ട്രിവാൻഡ്രം പ്രോപ്പർ എവിടെയാണ്? ഞാനും ട്രിവാൻഡ്രമാണ്. ഞാൻ ട്രിവാൻഡ്രം നെടുമങ്ങാടാണ്. വെൻ ഡിഡ് യു റിവീൽ യുവർ സീക്രട്ട് ബോയ് ഫ്രണ്ട് ഫോട്ടോസ്? ബിഗ് ഫാൻ ഫ്രം കർണാടക. താങ്ക് യു സോ മച്ച്. കർണാടക എന്നൊക്കെ ഫാൻസ് ഉണ്ടോ? സീക്രട്ട് ബോയ് ഫ്രണ്ട് ഗൈസ്, ഞാൻ ഇപ്പോൾ വീണ്ടും പറയുവാണ്, എൻ്റെ ബോയ് ഫ്രണ്ട് ഞങ്ങൾ റിലേഷൻഷിപ്പായിട്ട് ഏകദേശം ഒരു 2 വർഷം ആവാൻ പോവാണ്. അവൻ ഇവിടെ കോവൻട്രിയിലാണ് നിൽക്കുന്നത്, ബർമിംഗ്ഹാം യൂണിവേഴ്സിറ്റിയിലാണ് പഠിക്കുന്നത്. ഞാനിവിടെ സ്കോട്ട്ലൻഡിലാണ്. അപ്പം ഇടയ്ക്കിടയ്ക്ക് നല്ല അത്യാവശ്യമുള്ള എല്ലാ ദിവസങ്ങളിലും എന്നെ കാണാൻ വരാറുണ്ട്. ഞാൻ അങ്ങോട്ട് മിക്കവാറും ഓഫുള്ള ദിവസങ്ങളിലൊക്കെ അങ്ങോട്ട് കാണാൻ പോകാറുണ്ട്.
ബോയ് ഫ്രണ്ടിനെ കാണിക്കാത്തത് ടൈം ആവട്ടെ. ഞാൻ ചുമ്മാ ഒന്ന് ഫേസ് ഹൈഡ് ചെയ്തിട്ടൊരു കോണ്ടൻറ്റ് ഇട്ട് നോക്കിയതാണ്. ആ കണ്ടൻറ്റ് നല്ല റീച്ച് ഉണ്ടായിരുന്നു. പിന്നെ ഫേസ് കാണിക്കാതിരിക്കാൻ ഞങ്ങളേതായിട്ടുള്ള ഒരു 2-3 മെയിൻ റീസൺസ് ഉണ്ട്. അത് ഓഫ് കോഴ്സ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞ് ഞാൻ ബുദ്ധിമുട്ടിപ്പിക്കുന്നില്ല, കാരണം ഞങ്ങളെ പേഴ്സണൽ കാര്യങ്ങളാണ്. പിന്നെ അത് സമയമാകുമ്പോൾ കാണിക്കാം. എന്തായാലും മറച്ചു വയ്ക്കാൻ പറ്റിയ കുഴിയിൽ നിന്ന് കിട്ടിയ നിധിയൊന്നുമല്ലല്ലോ, ഉറപ്പായിട്ടും ഉടനെ തന്നെ ഉണ്ടാകും. അതുകൊണ്ട് നിങ്ങൾ പേടിക്കണ്ട. when will you be married? When will be your marriage? ആലോചിക്കാം. ചോദിക്കാനില്ല, പറയാനേ ഉള്ളൂ. മിടുക്കിയാണ്, മിടുക്കി. ഗോഡ് ബ്ലെസ് യു. ഓ മൈ ഗോഡ്, യു മേഡ് മൈ ഡേ. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. ഇങ്ങനെയൊക്കെ ഇത്രയും നമ്മൾ വൃത്തികെട്ട കമൻസും വൃത്തികെട്ട ഇതൊക്കെ വരുന്ന സമയത്ത്, കാരണം നമ്മളൊരു വീഡിയോ ഇടുന്ന സമയത്ത് ഇപ്പം വീഡിയോൻ്റെ താഴെ ഏറ്റവും കൂടുതലും വരുന്നത് നെഗറ്റീവ് കമൻസാണ്. ആ നെഗറ്റീവ് കമൻസിനിടയിലൊക്കെ വരുന്ന ചില നല്ല നല്ല കമൻസ് ഉണ്ടല്ലോ, ഒരു 100 കമൻസ് വന്നാൽ അതിൽ 90 കമൻസ് നെഗറ്റീവായിരിക്കും. പക്ഷേ അതിൽ വരുന്ന ബാക്കി 10 കമൻസ് ഒന്നി ലവ് ചിഹ്നം അല്ലെങ്കിൽ ലവ് ഇമോജി, തീ ഇമോജി, ഇതൊക്കെ ആയിരിക്കും, ഫയർ ഇമോജി ഒക്കെ ആയിരിക്കും വരുന്നത്. പക്ഷേ അതിൽ വരുന്ന 5-6 നമ്മൾ ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ള കുറച്ച് കമൻസ് ആയിരിക്കും. ഈ 5-6 കമൻസ് വായിക്കുമ്പോൾ ബാക്കി വന്ന ആ 90 നെഗറ്റീവ് കമൻസും ഇങ്ങനെ അങ്ങ് തട്ടിക്കളയാൻ നമുക്ക് തോന്നും. അത്രയും ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. അത് മനസ്സിന് ഭയങ്കര കുളിർമ തരുന്ന വേർഡ്സാണ് ചിലർ നമ്മളെക്കുറിച്ച് സന്തോഷത്തോടെ ഒരുപാട് കാര്യങ്ങൾ പറയുന്ന കേൾക്കുമ്പോഴത്തേക്കും. അടുത്ത, നീരജയുടെ ഈ ജോബ് വേറെ ആൾക്കാർക്ക് നോക്കാൻ പറ്റുമോ? എന്തൊക്കെ ജോബ് ക്രൈറ്റീരിയ ഇതിന് വേണം? ജോബ് ടൈറ്റിൽ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഈ വർക്ക് ചെയ്യുന്നത് മാർക്കറ്റിംഗ് കോർഡിനേറ്ററായിട്ടാണ്. സംഭവം എൻ്റെ എന്തോ ഭാഗ്യത്തിന് എനിക്ക് ലക്കിന് കിട്ടിയ ഒരു ജോലിയാണ്. എനിക്കൊരു 100 പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്തും ദൈവമാണോ യൂണിവേഴ്സാണോ കർമ്മയാണോ എന്താണെന്ന് അറിയത്തില്ല, എന്നെ ലാസ്റ്റ് മിനിറ്റിൽ വരെ എന്നെ കഷ്ടപ്പെടുത്തി എന്നെ ഓട്ടിച്ച് എന്നെ നരകിപ്പിക്കും. പക്ഷേ ഫൈനൽ ആ അവസാന നിമിഷം ഇവരാരും എന്നെ കൈവിടത്തില്ല. എൻ്റെ ലൈഫിൽ ഈ 26 ഇയേഴ്സായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് ഈ ജോലി തന്നെ. എനിക്ക് ഡിസംബർ 16-ാം തീയതി എൻ്റെ വിസ കഴിയുവാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഈ ജോലി കിട്ടിയത് ഡിസംബർ 14-ാം തീയതിയാണ്. 2 ദിവസത്തെ ഗ്യാപ്പിലാണ് എനിക്ക് ജോലി കിട്ടിയത്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഒരു ദിവസം 30,000 ജോലി ഈ ജോലിയിലായിരുന്ന 6 മാസം ഞാൻ 30,000 ജോലിക്കൊക്കെ അപ്ലൈ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് ചെറിയ തമാശയായിട്ടൊക്കെ നിങ്ങൾ എടുത്തായിരുന്നു. പക്ഷേ ഞാൻ ഉറക്കം അടിച്ചിരുന്ന് ഏതൊക്കെ സൈറ്റിലാണ് ഇന്ത്യ, ഓസ്ട്രേലിയ, USA, കാനഡ, അമേരിക്ക, UK ഇതും തുടങ്ങിയിട്ട് ഞാൻ എവിടെയൊക്കെ ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ടോ അവിടെയൊക്കെ ഞാൻ അപ്ലൈ ചെയ്തു. ഇൻഡീഡ് ത്രൂ മാത്രമല്ല, വെബ്സൈറ്റിൽ കയറിയിട്ട് ഓൺലൈനിൽ ഓരോ ജോബ് സൈറ്റ് അടിച്ച് നോക്കിയിട്ട് ഫേക്കാണോ നല്ലതാണോ എന്ന് അറിയില്ല, പെയ്ഡായിട്ട് വരെ ഞാൻ ഓൺലൈൻ സ്പോൺസർഷിപ്പ് ജോബൊക്കെ പെയ്ഡായിട്ട് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് അതിലൊക്കെ ഞാൻ ജോബ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കെയർ ഹോം ഫീൽഡ് ആയതുകൊണ്ട് കെയർ ഹോം ഫീൽഡ് മാത്രമല്ല ഞാൻ നോക്കിയത്, ഞാൻ ഒരുപാട് ജോലികൾ നോക്കിയിട്ടുണ്ടായിരുന്നു. ഞാൻ ലൈക്ക് കെയർ ഹോം, പിന്നെ ഞാനിപ്പോൾ ഈ ഒരു ഇൻഫ്ലുവൻസർ ആയതുകൊണ്ട് തന്നെ ഇൻഫ്ലുവൻസർ റിലേറ്റഡ് ആയിട്ടുള്ള ജോലികൾ, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ കണ്ടൻറ് ക്രിയേറ്റർ, അല്ലെങ്കിൽ മാർക്കറ്റിംഗ് ആയിട്ടുള്ള ജോലികളൊക്കെ ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ലക്കിലാണ് എനിക്ക് ലാസ്റ്റ് മിനിറ്റിൽ ഈ എഡിൻബറയിൽ നിന്ന് എനിക്ക് കോൾ വരുന്നത്. അവർ ഇതിൻ്റെ ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ എനിക്ക് യൂട്യൂബ്, ഫേസ്ബുക്കിലൊക്കെ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഇത്രയും ഫോളോവേഴ്സ് ഉള്ളതെന്നുള്ളൊരു റീസൺ മാത്രമാണ് എനിക്ക് ഈ ഒരു ജോലി കിട്ടാൻ കാരണം. ഇതിന് പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല, നമ്മൾ കണ്ടൻറ്റ് റെഡിയാക്കി കൊടുക്കുക എന്നുള്ളൊരു ജോലി മാത്രമാണ് ഇവിടെ ഉള്ളത്. അതും US ബേസ്ഡ് കമ്പനിയാണ്. അവർ വലിയ വലിയ ബ്രാൻഡ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് കോൺടാക്ട് ചെയ്ത് അവരിതിൽ ചെയ്യും. അവർക്ക് നമ്മൾ കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക. പിന്നെ അവർ കൊണ്ടുവരുന്ന ബ്രാൻഡ് നമ്മൾ കേട്ടിട്ട് പോലും ഇല്ലാത്ത ബ്രാൻഡുകളായിരിക്കും. അതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് അന്വേഷിച്ച് അത് ചെയ്ത് ഇത് ചെയ്ത്, ഓ മൈ ഗോഡ്, ഇച്ചിരി ടാസ്ക് ആയിരുന്നത്. അങ്ങനെയാണ് എനിക്ക് ജോലി കിട്ടിയത്. അടുത്തത്, ഡു യു ഹാവ് എനി ഇഷ്യൂ വിത്ത് യുവർ സിസ്റ്റർ? ഞാൻ പറഞ്ഞില്ല, ഇഗ്നോർ ദ ടോപ്പിക്, നമുക്ക് സംസാരിക്കാൻ താല്പര്യമില്ല. അടുത്ത, സിംഗിളാണോ അതോ മിങ്കിളാണോ? മിങ്കിളാണുമ്പോൾ എനിക്ക് ബോയ് ഫ്രണ്ട് ഉണ്ട്, എൻ്റെ ബേബി. ഹായ് സിസ്റ്റർ. ഹസ്ബൻഡ് എന്തിയേ? ഹസ്ബൻഡ് അല്ല, കാമുകനാണ്. കാമുകൻ ഇന്നിപ്പോൾ അവനെ വിളിച്ചില്ല. ഇന്നിപ്പോൾ ജോലി ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. പാർട്ട് ടൈമായിട്ട് അവൻ അവിടെ കൗണ്ടറി തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇന്ന് ജോലിക്ക് പോയിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. ചേച്ചി സുഖമാണോ? എങ്ങനെ പോകണം ലൈഫൊക്കെ? കുഴപ്പമില്ല, ഇങ്ങനെയൊക്കെ പോകുന്നു. ചേച്ചി ഒരു കുട്ടിയാണോ? ബ്രദർ സിസ്റ്റർ ആരെങ്കിലും ഉണ്ടോ? ഞാൻ ഒരു കുട്ടിയല്ല, എനിക്ക് ഒരു ചേച്ചിയുണ്ട്.
കല്ലറയാണോ വീട്? കല്ലറയല്ല വീട്, വീട് ട്രിവാൻഡ്രം, നെടുമങ്ങാട്. ഹലോ, ബ്രേക്കപ്പായി, എന്ത് ചെയ്യണം എന്നറിയില്ല. ഓ മോനെ, ബ്രേക്കപ്പായെങ്കിൽ ഇപ്പം എന്തോ പറയാൻ, സ്റ്റേ സ്ട്രോങ്, ട്രസ്റ്റ് യുവർ ലൈഫ്, ട്രസ്റ്റ് യുവർ സെൽഫ്, സ്റ്റേ സ്ട്രോങ്. എനിക്ക് ബ്രേക്കപ്പിന് അതിനെക്കുറിച്ചുള്ള മോട്ടിവേഷനൊന്നും എനിക്കങ്ങ് പറയാൻ അറിയത്തില്ല. ഗുഡ് മോട്ടിവേറ്റർ ഞാൻ ആയത് ബിക്കോസ് ഓഫ് മൈ ലൈഫ് തന്നെയാണ്. എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ച കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പല സാഹചര്യത്തിൽ ഞാൻ പറഞ്ഞതും. ചേച്ചിയുടെ ഹൈറ്റ്സ് ആൻഡ് ലോസ് ഒക്കെ കണ്ടു, ഒരു ഫാനാണ്. ഫീൽ സോ ഹാപ്പി ടു സീ യുവർ ഗ്രോത്ത് ലൈക്ക് ദിസ്. താങ്ക് യു സോ മച്ച്, യു മെയ്ഡ് മൈ ഡേ. ഞാൻ പറഞ്ഞില്ല ഇങ്ങനത്തെ കമൻസ് ഒക്കെ വായിക്കുമ്പോൾ ഭയങ്കര ഇഷ്ടമാണെന്ന്. അടുത്ത, ചേച്ചി നാട്ടിൽ വരുമ്പോൾ ഒരു കുപ്പി കൊണ്ടുവരാമോ? എടാ കള്ള. അടുത്ത, ചേച്ചിയെ കുറച്ച് നാളായിട്ട് ഒരു തിരുമാലി അറിയാമല്ലോ, അതിൽ നിന്നും എങ്ങനെയാണ് റിക്കവർ ആയത്? ഒരു ട്രോമയിലായത് അറിയാലോ, അതിൽ നിന്നും എങ്ങനെയാണ് റിക്കവർ ആയത്? ട്രോമ എന്നൊക്കെ പറഞ്ഞാൽ അതൊരു ഒന്നൊന്നര ട്രോമയായിരുന്നു. കാരണം നമ്മൾ ചെയ്ത കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഓക്കെ. എനിക്ക് ആ സമയത്ത് എനിക്കുണ്ടായ പ്രശ്നങ്ങളെന്ന് പറഞ്ഞാൽ ചെയ്യാത്ത ഒരു കുറ്റത്തിന് ശിക്ഷിക്കപ്പെട്ടു. എൻ്റെ അച്ഛനും അമ്മ നാണം കെട്ടു. അത് റിലേറ്റഡ് ആയിട്ട് ഒരുപാട് ഇഷ്യൂസ് ഞാൻ ഫേസ് ചെയ്തു. പിന്നെ അടുത്ത് കൂടെ ഉണ്ട് എന്ന് വിചാരിച്ച് നിന്ന ആൾക്കാർ പറ്റിച്ചു. എനിക്ക് ഒട്ടും സഹിക്കാൻ പറ്റാത്ത കാര്യമാണ് ആരെങ്കിലും നമ്മളെ പറ്റിക്കുന്നത്. അങ്ങനെ ചെയ്തു. ഇതെല്ലാം കൂടെ ഉണ്ടല്ലോ, മെൻ്റലി ഐ ആം വെരി 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 ഡിസപ്പോയിൻറ്റഡ് ആൻഡ് ഐ എം ഡൺ. ഞാൻ തീർന്നു. എൻ്റെ അച്ഛനും അമ്മ എൻ്റെ കൂടെ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ എന്തെങ്കിലും സൂയിസൈഡോ കാര്യങ്ങളൊക്കെ ചെയ്യുമായിരുന്നു. പിന്നെ ഞാനൊരു കൗൺസിലിംഗ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു കൗൺസിലിംഗ് അല്ല, എനിക്ക് പേഴ്സണലി അറിയാവുന്നൊരു ചേച്ചിയുണ്ട്. ആ ചേച്ചി കൗൺസിലിംഗ് ചെയ്യുന്ന ഒരാളായിരുന്നു. അപ്പം ഒരു തെറാപ്പി മാതിരി ആ ചേച്ചി എന്നെ കൗൺസിലിംഗ് ചെയ്യുമായിരുന്നു. ഞാൻ കൗൺസിലിംഗ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ നീ എന്തിന് പേടിക്കണം, നീ മുന്നോട്ട് തന്നെ പോകണം എന്നുള്ള എൻ്റെ ഒരു സെൽഫ് കോൺഫിഡൻറ്റ് ആൻഡ് സെൽഫ് റെസ്പെക്റ്റ്. എൻ്റെ അച്ഛനമ്മയെ ആരെയൊക്കെ മുന്നിൽ തല കുനിച്ചു, അവരെയൊക്കെ മുന്നിൽ എൻ്റെ അച്ഛനമ്മയുടെ തല ഞാൻ വീണ്ടും നിവർത്തി നിർത്തും എന്നുള്ളൊരു സംഭവം. എൻ്റെ ഫാമിലി എന്നെ ഒറ്റപ്പെടുത്തി. അതിൻ്റെയൊക്കെ റീസൺ കൊണ്ട് ഞാൻ ബോൾഡായി എന്ന് വേണമെങ്കിൽ പറയാം. ബോൾഡായി. കാരണം എനിക്ക് അന്നേരം ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നെ സപ്പോർട്ട് ചെയ്യാൻ, എന്നെ ഒന്ന് കൂടെ ചേർത്ത് പിടിക്കാൻ അന്നേരം എൻ്റെ അച്ഛനമ്മ അല്ലാണ്ട് വേറെ ആരും എനിക്ക് ഉണ്ടായിരുന്നില്ല. ആ സമയത്ത് എനിക്ക് തോന്നി ഇനി എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അത് ഞാനായിട്ട് എന്നെ ചെയ്യണം, ഇങ്ങനെ ഇരുന്നാൽ പറ്റത്തില്ല എന്ന് വിചാരിച്ചിട്ട് ഐ ട്രൈ മൈ ബെസ്റ്റ് ആൻഡ് ഐ ഡിഡ് ഇറ്റ് ആക്ച്വലി. പിന്നെ എന്താ, ഇനി എന്നാ നാട്ടിലേക്ക്? മേ ബി നെക്സ്റ്റ് ഇയർ. വാട്ട് ഡു യു വെൻ എവരി വൺ മേക്ക് യു അലോൺ, ലൈക്ക് നോട്ട് ഈവൻ ക്ലോസ് ഫ്രണ്ട്സ് സ്റ്റേ അറ്റ് ലോവസ്റ്റ്? ഇതിൻ്റെ ആൻസറാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്. ഞാൻ അങ്ങനെ ഒരു സാധനം ഫേസ് ചെയ്തിട്ടുണ്ട്. ഒരു സമയത്ത് എനിക്ക് ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതും നമ്മുടെ ലൈഫിൽ ഇത്രയും വലിയൊരു പ്രശ്നം വരുന്ന സമയത്ത് കൂടെ ഉണ്ടാവുമെന്ന് വിചാരിച്ച ആരും അന്നേരം എൻ്റെ കൂടെ ഉണ്ടായിരുന്നില്ല. അന്ന് എനിക്ക് മനസ്സിലായി ഇനി എൻ്റെ ലൈഫിൽ എത്ര വലിയ ഒരു സാഹചര്യം വന്നാലും ഞാൻ പിടിച്ചു കയറി വരുന്നു. കാരണം നമ്മളെ സ്നേഹിച്ചുകൊണ്ടിരുന്ന ആൾക്കാർ, അങ്ങനെ ഇരുന്ന ആൾക്കാർ നമ്മളെ വെറുക്കുന്നു, കഷ്ടപ്പെടുത്തുന്നു. എനിക്കറിയത്തില്ല. എനിക്ക് ഇപ്പോഴും അതിനെക്കുറിച്ച് എനിക്ക് ആലോചിക്കാൻ തന്നെ എനിക്ക് അത് ആലോചിക്കുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം വരുന്നു. അതുകൊണ്ട് നമുക്ക് ഇഗ്നോർ ദാറ്റ് ടോപ്പിക്. ഓക്കെ, വെയിറ്റ് ലോസ് ചെയ്തിട്ട് നല്ല ഭംഗിയുണ്ട്, കീപ് ഗോയിങ്. താങ്ക് യു. കുറേ പേര് പറഞ്ഞു പഴയ ലുക്കാണ് കാണാൻ കൊള്ളാമെന്നുള്ള, ഇത് കാണാൻ കൊള്ളത്തില്ല, പഴയ ആ ഗുണ്ടുമണിയായിട്ടിരിക്കുന്നതാണ് കാണാൻ കൊള്ളാമെന്നുള്ളത്. പിന്നെ ഞാൻ വെയിറ്റ് ലോസ് ഞാൻ ഒരിക്കലും ചെയ്തിട്ടില്ല. വെയിറ്റ് ലോസ് ആയി പോയതാണ് ബിക്കോസ് ഓഫ് ദി സ്ട്രെസ്. നമ്മൾ ഈ ഒരു പ്രശ്നമൊക്കെ നടന്ന സമയത്തും പുതിയ ജോലി കണ്ടുപിടിക്കാനുള്ള ഓട്ടവും പുതിയ ജോലി സ്ഥലത്തെത്തിയതിന് ശേഷമുള്ള ഒന്ന് സെറ്റിൽ ആവാനുള്ള ടൈമൊക്കെ ആയിട്ട് ഒരു 6 മാസത്തെ ഒരു ട്രാൻസിഷനാണ് എൻ്റെ ഒരു വെയിറ്റ് ലോസ് എന്ന് പറയുന്നത്. ഓഫ് കോഴ്സ് ഞാനൊരു 10 to 12 kg ഞാൻ കുറഞ്ഞു, സത്യം തന്നെയാണ്. അത് വെയിറ്റ് ലോസ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും സ്ട്രെസ് വരുമ്പോൾ നമ്മൾ വെയിറ്റ് ലോസ് ആകത്തില്ലേ. പിന്നെ ഇപ്പോഴാണ് ഞാൻ സ്ട്രെസ് വരുമ്പോഴത്തേക്കും ഫുഡ് കഴിക്കാൻ തുടങ്ങിയത്. ഫുഡ് കഴിക്കുന്നത് ഒരു സ്ട്രെസ് റിലീഫാണെന്ന് മനസ്സിലായത് എനിക്കിപ്പോഴാണ്. ഇനി എന്നാൽ തിരിച്ച് കോവൻട്രിയിലോട്ട് പോകുന്നത്. ഞാൻ കോവൻട്രിയിൽ ഇടയ്ക്കിടയ്ക്ക് പോകാറുണ്ട് ബിക്കോസ് മൈ കാമുകൻ ഈസ് ദയർ. അതുകൊണ്ട് ഞാൻ അവനെ കാണാൻ വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് പോകാറുണ്ട്. ചേച്ചി നല്ല സുന്ദരിയാണ്.
നിങ്ങളിങ്ങനെയൊന്നും പറയല്ലേ. ഇങ്ങനെയൊക്കെ പറയുമ്പോഴത്തേക്കും എൻ്റെ കമൻറ്റ് ബോക്സിൻ്റെ അടിയിൽ വരുന്ന കമൻസാണ് ഞാൻ വായിക്കുന്നത്. ഇവളെന്താ കുഷ്ഠം പിടിച്ച പോലെ ഇരിക്കുന്നത്, ഇവളെന്താ ചൊറി പിടിച്ച പോലെ ഇരിക്കുന്നത്, ഇവക്ക് ഇത് മറ്റേ ഇത്രയും വാരി തേച്ചിട്ടും ഇവളെ കാണാനൊരു മേലയില്ലല്ലോ, എങ്ങനെ കോലം കെട്ടിയിട്ടും പഴയതുപോലെ തന്നെ ഇരിക്കുന്നു, കാക്ക കുളിച്ചാൽ കൊക്കാവില്ല, കൊക്ക കുളിച്ചാൽ കാക്കാവില്ല. അയ്യോ എന്തോരം തരം ആൾക്കാരാണിത്. അഡ്വൈസ് ഫോർ ഗേൾസ്, നമ്മളെപ്പോഴും ഒറ്റയ്ക്കാണ്. നമുക്ക് എന്തെങ്കിലും ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്കേ ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ നമുക്ക് വീക്ക് ആവാനും സ്ട്രെങ്ത് ആവാനും നമുക്ക് ഭയങ്കര ഈസിയാണ്. നമ്മളെല്ലാവർക്കും പറ്റിക്കാനും ഭയങ്കര ഈസിയാണ്. നമ്മളെല്ലാവർക്കും മുതലെടുക്കാനും ഭയങ്കര ഈസിയാണ്. ഡോണ്ട് ട്രസ്റ്റ് എനി വൺ. എനിക്കൊരു പ്രശ്നം ഉണ്ടായിരുന്നു. ഞാൻ ആദ്യമായിട്ട് ആരെ കണ്ട് സംസാരിച്ചാലും അയ്യോ അവർ പാവം, അവരെന്ത് രസമാണെന്ന് പറഞ്ഞിട്ട് ഞാൻ ഭയങ്കരമായിട്ട് അങ്ങ് അടുത്തിട്ട് എനിക്ക് അവരുടെ അടുത്ത് ഭയങ്കര ഒരു ഇഷ്ടം തോന്നി. എൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ തുറന്നു പറഞ്ഞ് ഞാൻ ഇങ്ങനെയാണ്, ഞാൻ എല്ലാവരുടെ അടുത്തും ഒരുപോലെയാണ്, എല്ലായിടത്തും ഞാൻ ഒരുപോലെയാണ്. അതുപോലെ തന്നെ ഞാൻ അവരുടെ അടുത്ത് നിൽക്കും. അവരത് മുതലെടുത്ത് എനിക്ക് ബാക്കിൽ നിന്നിട്ട് നല്ല പണി തരും. എൻ്റെ ജീവിതത്തിൽ ഇതുവരെയും അങ്ങനെയായിരുന്നു. കഴിഞ്ഞ ഒരു 6 മാസം കൊണ്ട് ഞാൻ പഠിച്ച് ആരെയും വിശ്വസിക്കരുത്. ഉള്ള സർക്കിൾ തന്നെ നല്ലത്. പുതുതായിട്ട് ഇനി ആരും വേണ്ടാന്ന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒറ്റപ്പെട്ടാണ് ജീവിക്കുന്നത്. ബോയ് ഫ്രണ്ട് ഉണ്ട്, വീട്ടിലച്ഛനമ്മയുണ്ട്, 2-3 ക്ലോസ് ഫ്രണ്ട്സും ഉണ്ട്. അത്രേ എനിക്കുള്ളൂ ഇപ്പോൾ. അല്ലാണ്ട് എനിക്ക് എടുത്ത് പറയാൻ തക്കവണ്ണമുള്ള ഫ്രണ്ട്സോ ഫാമിലിയോ ഒന്നും എനിക്കില്ല. പിന്നെ അതുകൊണ്ട് എനിക്ക് ഗേൾസിൻ്റെ അടുത്ത് പറയാനുള്ള ഇത്രയേ ഉള്ളൂ. ഡോണ്ട് ട്രസ്റ്റ് എനി വൺ, ബി സ്ട്രോങ്, ട്രസ്റ്റ് യുവർ സെൽഫ്. നിങ്ങളെക്കൊണ്ട് പറ്റാത്തതായിട്ട് ഒന്നുമില്ല. അതുപോലെ തന്നെ നിങ്ങളെപ്പോലെ വീക്കായിട്ടുള്ള ആൾക്കാരും ഈ ലോകത്തില്ല. അതുകൊണ്ട് വെയ്റ്റ് ലോസ് ജേർണി, ഞാൻ പറഞ്ഞല്ലോ വെയ്റ്റ് ലോസ് ജേർണി. ഞാൻ വെയ്റ്റ് ലോസിന് വേണ്ടിയിട്ട് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ ജീവിതത്തിൽ ചെയ്തിട്ടില്ല എന്നൊന്നും പറയത്തില്ല. പണ്ടൊക്കെ ഞാൻ കുറേ വെയ്റ്റ് ലോസ് ചെയ്യാൻ വേണ്ടി ഇങ്ങനത്തെ ഡ്രിങ്കൊക്കെ കുടിക്കാറുണ്ട്. പക്ഷേ വെയ്റ്റ് ലോസ് ജേർണി ഇപ്പോഴത്തെ എൻ്റെ ട്രാൻസിഷൻ്റെ റീസൺ ഞാൻ ഒന്നും കുടിച്ചിട്ടോ കഴിച്ചിട്ടോ ഒന്നുമല്ല. കഴിഞ്ഞ ഈ ഒരു വിസേൻ്റെ പ്രശ്നം നടക്കുന്ന ടൈം മുതൽ ഉള്ള ഒരു സ്ട്രെസ്സും ഡിപ്രഷനും, പിന്നെ കൗൺസിലിംഗ്, തെറാപ്പി, ഫുഡ് കഴിക്കാറില്ല, പിന്നെ ജോലിക്ക് വേണ്ടിയിട്ടുള്ള തെരച്ചിൽ, ജോലി അന്വേഷിക്കാനുള്ള ഒരു പോക്ക്, ജോലി കിട്ടിയിട്ട് അങ്ങോട്ട് മാറിയിട്ടുള്ളൊരു സെറ്റിൽമെൻ്റ് ആവാനുള്ളൊരു ടൈം, ഇതൊക്കെ ആയിട്ട് ഞാനൊരു 6 മാസം ഡെയിലി 1 ടൈം ഫുഡ് കഴിക്കും. ചില ദിവസങ്ങളിൽ ഫുഡ് കഴിക്കാറുമില്ല. അതാണ് എൻ്റെ ഒരു ട്രാൻസിഷൻ. അത് ഒരിക്കലും ഒരു നല്ല വേ അല്ല. കാരണം അതിൻ്റേതായിട്ടുള്ള വീക്ക്നെസ് ഞാനിത് കഴിഞ്ഞിട്ട് എനിക്ക് മനസ്സിലായി. കാരണം വെയ്റ്റ് ലോസ് ചെയ്തതിന് ശേഷം എൻ്റെ ബോണൊക്കെ ഭയങ്കര പെയിൻ തുടങ്ങി. എപ്പോഴും ക്ഷീണം, ടയേർഡ്, ഉറക്കം, ഇതൊക്കെയായി എൻ്റെ ലൈഫ് പിന്നീട് മാറി. ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് എല്ലാം റീസെറ്റ് ചെയ്ത് വെയ്റ്റ് ലോസ് അല്ല, വെയ്റ്റ് മെയിൻറ്റെയിൻ ചെയ്ത് ജിമ്മിലൊക്കെ പോയി പ്രോപ്പർ ഫുഡും ഡയറ്റും കഴിച്ച് സ്കിന്നൊക്കെ ഒന്ന് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ജേർണിയാണ് എനിക്കിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഐ ഡോണ്ട് ഹാവ് മച്ച് ഫ്രണ്ട്സ് ഹിയർ ഇൻ UK. Can you just take me out for a ride? I don't want publicity. ഒരു പെൺകുട്ടിയാണ് മെസ്സേജ് അയച്ചത്. ഇങ്ങനെയൊക്കെ എനിക്ക് മെസ്സേജ് അയക്കുന്ന ആൾക്കാരോട് ഞാൻ പറയാമെന്ന് വെച്ചാൽ, നിങ്ങൾ വാ, സ്കോട്ട്ലൻഡിലേക്ക് വാ, എൻ്റെ വീട്ടിലേക്ക് വാ, 2 ദിവസം ഇവിടെ വന്ന് അടിച്ചു പൊളിച്ചിട്ട് നമുക്ക് പോവാം എന്ന് പറയും. കാരണം ഞാനിവിടെ ഒറ്റയ്ക്കാണ്. എനിക്കിവിടെ പ്രത്യേകിച്ച് എൻ്റെ കാമുകം വരുന്ന സമയത്ത് എനിക്ക് ആ ഒരു സമയത്താണ് ഞാൻ കുറച്ച് ആക്റ്റീവായിട്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ഞാനിവിടെ ഒറ്റയ്ക്കാണ്. എൻ്റെ ജോലി പോലും പുറത്തല്ല, ഈ വീടിനകത്താണ് ഇരിക്കുന്നത്. വീടിൻ്റെ പുറത്ത് പോകലെ തന്നെ അവൻ എപ്പോഴെങ്കിലും എന്നെ കാണാൻ വരുന്ന സമയത്താണ് ഞാൻ വീടിൻ്റെ പുറത്ത് പോകുന്നത്. അല്ലാതെ ഞാൻ പുറത്ത് പോകാറ് പോലുമില്ല. അടുത്ത, പല്ല് തേക്കാൻ എടുക്കുന്ന ടൈം എത്ര? 2 minutes. 2 minutes എടുക്കത്തില്ലെന്ന് തോന്നുന്നു. എല്ലാവരും ഇത് തന്നെ ചെയ്യുന്നത്. സ്കിൻ കെയർ പ്ലീസ്. വെയ്റ്റ് ലോസ് ജേർണി, സ്കിൻ കെയർ ഞാൻ പറഞ്ഞല്ലോ. സ്കിൻ കെയർ, സൺസ്ക്രീൻ ഡെയിലി യൂസ് ചെയ്യാറുണ്ട്. എങ്കിലൊരു മോയ്സ്ചറൈസർ ഞാൻ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും കേട്ടോ. ഞാൻ പുതിയ പ്രൊഡക്റ്റൊക്കെ കാണുമ്പോൾ ഞാൻ മേടിച്ച് ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട്. ചിലത് എനിക്ക് നല്ല റിസൾട്ട് വരാറുണ്ട്, ചിലത് പാളിപ്പോകാറുണ്ട്, മുഖം വീണ്ടും കുരു വരാറുണ്ട്. ഈ റീസെൻ്റ്ലി ഏതൊരു പ്രൊഡക്റ്റ് തേച്ച് കുരു വന്നതാണ് ഈ മുഖത്തിപ്പോൾ നിങ്ങൾ കാണുന്നത്. അടുത്ത, PCOD മാറിയോ? എനിക്ക് സംഭവം PCOD ഇല്ല. PCOD ഇല്ല എന്നല്ല, PCODയുടെ സ്റ്റാർട്ടിങ് ആയിരുന്നു എനിക്ക്. നാട്ടിൽ നിന്ന് കഴിഞ്ഞ 2 വർഷം മുന്നേ നോക്കിയപ്പോൾ. ഇപ്പം ഞാൻ ഇതുവരെ നോക്കിയിട്ടില്ല PCOD എന്തായിന്ന്. അപ്പം ഉടനെ നാട്ടിൽ അടുത്ത വർഷം പോകുന്ന സമയത്ത് ചെക്ക് ചെയ്താലേ എനിക്ക് അറിയാൻ പറ്റും PCOD ഉണ്ടോ ഇല്ലേന്ന്. പുട്ട് മോർ ഓഫ് യുവർ മോട്ടിവേഷണൽ വീഡിയോ, ഇറ്റ്സ് റിയലി ഹെൽപ്പ് അസ് ചേച്ചി. എനിക്കും തോന്നി. കാരണം ഞാൻ ഒരു 2-3 മോട്ടിവേഷൻ വീഡിയോ ഇടുന്ന സമയത്തുണ്ടല്ലോ, ഞാൻ ആലോചിക്കായിരുന്നു
ഇത്രയും ആൾക്കാർ ഇത്രയും പ്രശ്നങ്ങളിൽ അകപ്പെട്ടിട്ടിരിക്കുവാണോ? നമ്മുടെയൊന്നും പ്രശ്നമൊന്നും അല്ല ആ സമയത്ത്. കാരണം ഞാനൊരു വീഡിയോ ഇടുന്ന സമയത്ത് അതിൻ്റെ താഴെ വന്ന് ചേച്ചി ഇപ്പം ഞാൻ കരഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു, ചേച്ചിയുടെ വീഡിയോ കണ്ടപ്പോൾ സന്തോഷമായി, ചേച്ചി ഞാൻ ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് അയ്യോ എന്തോ ആൾക്കാരാണ് ആ വീഡിയോൻ്റെ താഴെ വന്ന് കമൻറ്റ് ഇടുന്ന പറയുമ്പോൾ അറ്റ് ദ ടൈം ഇപ്പോഴും ഞാനിപ്പോൾ ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നു, ഈ സമയത്ത് എൻ്റെ ഈ ഒരു ലോകത്ത് എത്ര ആൾക്കാരിരുന്ന് കരയുന്നുണ്ടാവും ഓരോരോ പ്രശ്നങ്ങൾ കാരണം. അപ്പം മോട്ടിവേഷണൽ വീഡിയോ ഐ വിൽ ഡൂ മൈ ബെസ്റ്റ്. ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഇടുന്ന വീഡിയോസാണ് അതെല്ലാം. അപ്പം ഐ ഡു ഷോ ഓൾ ഓഫ് യുവർ ലിപ്സ്റ്റിക് ഷെയ്ഡ്സ്. അത് ഞാൻ പിന്നെ വേറൊരു വീഡിയോ ആയിട്ട് ഞാൻ കാണിച്ചു തരാം എൻ്റെ ലിപ്സ്റ്റിക് ഷെയ്ഡ്സ് ഒക്കെ ഏതൊക്കെയാണെന്ന്. ഓക്കെ, അടുത്ത UK വല്ല ജോലി കിട്ടൂ. എൻ്റെ മോനെ, ആർ യു ഹാപ്പി? ഹാപ്പി ആണോ എന്ന് ചോദിച്ചാൽ ഹാപ്പിയാണ്, ഹാപ്പി അല്ലേന്ന് ചോദിച്ചാൽ ഹാപ്പിയല്ല. കാരണം എനിക്ക് എൻ്റെ അച്ഛനമ്മയും കാണണം എന്നുണ്ട്. അവർ ഈ വർഷം ലാസ്റ്റ് ഇങ്ങോട്ട് കൊണ്ടുവരണം എന്നാണ് എൻ്റെ ഒരാഗ്രഹം. അല്ലെങ്കിൽ അടുത്ത വർഷം ഞാൻ അങ്ങോട്ട് പോകുന്നുണ്ട്. എന്നിട്ട് അടുത്ത വർഷം ഈ വർഷം അവരെന്തായാലും ഇങ്ങോട്ട് വരും. അവർ കൂടെ ഉള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ഹാപ്പിനെസ് എന്ന് പറയുന്നത്. പിന്നെ അസ് യൂഷ്വൽ നമ്മളെല്ലാവരുടെയും ലൈഫിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. ഞാൻ പറഞ്ഞ പോലെ തന്നെ കഴിഞ്ഞ ഒരു വിസേൻ്റെ പ്രശ്നം കാരണം ഞാൻ ഇപ്പോഴും സ്റ്റിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പല പ്രഷറും പല കാര്യങ്ങളും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവം സഹായിച്ച് കർമ്മ ഇസ് എ ബൂമറാങ് എന്ന് പറയുന്ന പോലെ അന്ന് എനിക്ക് പണി തന്ന എല്ലാവർക്കും ഇന്ന് പണി കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ആ അബ്ദുൾ ഹക്കീം എൻ്റെ കേസായിട്ട് ഉൾപ്പെടെ. സോ അതിനടുത്ത് ഞാൻ കാല് പിടിച്ച് ഞാൻ പറഞ്ഞു, ഞാൻ ഈ തെറ്റ് ചെയ്തിട്ടില്ല, എനിക്ക് ഒരു രൂപ പോലും കിട്ടിയിട്ടില്ല, അയാൾ എന്നെ വിശ്വസിക്കണം, എന്ത് തെളിവാണെങ്കിലും തരാൻ തയ്യാറാണ്, എൻ്റെ കയ്യിൽ പ്രൂഫുണ്ട്. സോ അവർക്ക് വേണ്ടത് വെറും ഒരു കോണ്ടൻറ്റ് മാത്രമായിരുന്നു. അതുവരെ മറ്റേ നോർമൽ വീഡിയോസൊക്കെ ഇട്ടുകൊണ്ടിരുന്ന ആ ചാനലിൽ അന്നാണ് ഒരു എക്സ്പോഷർ വീഡിയോ ഇടുന്നത്. എക്സ്പോസ് ചെയ്യുന്ന ആൾ ഞാൻ. അന്ന് മുതൽ അവൻ തുടങ്ങി, അവിടെ കഞ്ചാവിന് പിടിച്ചു, ഇവിടെ ഡ്രഗ്സിന് പിടിച്ചു, അവിടെ പെണ്ണിനെ പിടിച്ചു എന്നൊക്കെ പറഞ്ഞ് തുടങ്ങി. ഇപ്പം അവൻ ആരായി? ദൈവം ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ കർമ്മ ഈസ് എ ബൂമർ ഓൾവേസ്. കിട്ടേണ്ടത് കിട്ടും. അതുപോലെ തന്നെ 2-3 പേർക്കൊക്കെ എൻ്റെ ആ ഒരു വീഡിയോ വന്ന സമയത്ത് എനിക്കെതിരെ പണിത 2-3 പേർക്കൊക്കെ നല്ല രീതിയിലുള്ള പണി കിട്ടിയിട്ടുണ്ട്. അതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. കാരണം ഞാനായിട്ടൊന്നും ചെയ്തിട്ടില്ല, ഒരു കേസ് പോലും ഞാൻ കൊടുത്തിട്ടില്ല ആർക്കും എതിരെ. എനിക്കറിയാം എന്നെ അങ്ങനെ ഇങ്ങനെയൊന്നും ദൈവം കൈവിടത്തില്ല, എപ്പോഴും ദൈവം എൻ്റെ കൂടെ ഉണ്ടാവും എന്നുള്ളൊരു വിശ്വാസം, ഉണ്ടാവും എന്നല്ല വിശ്വാസം. അതുകൊണ്ട് ലാസ്റ്റ് മിനിറ്റ് ആണെങ്കിലും ഞാൻ ഐ എം സ്റ്റിൽ വെയിറ്റിംഗ്. 1-2 പേർ കൂടെ കിട്ടാനുണ്ട്, അത് കിട്ടും, പേടിക്കണ്ട. ആൻഡ് ഐ എം സോ ഹാപ്പി ടു സീ യു ഗ്രോ. താങ്ക് യു സോ മച്ച് ചേച്ചി. ഐ ജസ്റ്റ് വാണ്ട് ടു ടെൽ യു ദാറ്റ് ഐ എം പ്രൗഡ് ഓഫ് യു. കീപ് ഗോയിങ്. താങ്ക് യു മോളെ, താങ്ക് യു സോ മച്ച്. സിംഗിൾ ലൈഫാണോ ഓർ മാരേജ് ചെയ്യുമോ ഫ്യൂച്ചർ? മാരേജ് ചെയ്യും എൻ്റെ അമ്മോ, എൻ്റെ ബേബി. മാരേജ് ചെയ്യും, പക്ഷേ അതിന് കുറച്ച് ടൈം എടുക്കും എന്നാണ് എൻ്റെ ഒരു ഉദ്ദേശം. ഹായ്, എല്ലാ വീഡിയോയും കാണാറുണ്ട്. ഒരു മോട്ടിവേഷൻ വീഡിയോ അടിപൊളിയാണ്. ഇപ്പോൾ ഇനി എന്നാ നാട്ടിൽ വരുന്നത്? നാട്ടിൽ ഇനി നെക്സ്റ്റ് ഇയർ ആണ് വരുന്നത്. താങ്ക് യു സോ മച്ച്. വിച്ച് ചാർജ് ടു ILR have you managed to secure it already? Do you have any plan settled here? ഞാൻ നേരത്തെ ഇതിൻ്റെ ആൻസർ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു. സ്റ്റിൽ എനിക്ക് ഇവിടെ സെറ്റിൽ ആവാൻ ഒരു പ്ലാനും ഇല്ല, എനിക്ക് നാട്ടിൽ സെറ്റിൽ ആവാനാണ് പ്ലാൻ. എനിക്ക് ഇപ്പോഴും എൻ്റെ മനസ്സ് ചാഞ്ചാടിക്കൊണ്ടിരിക്കുകയാണ്, നാട്ടിൽ പോയാലോ എന്ന്. ബട്ട് ജീവിതമാർഗവും സാലറിയും ഒക്കെ നമുക്ക് ഇവിടെ ആയതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഇവിടെ പിടിച്ച് നിൽക്കുന്നതെന്നുള്ളൂ. ഇതുവരെ ഞാൻ എവിടെ സെറ്റിൽ ആവണമെന്ന് പ്ലാൻ ചെയ്തിട്ടില്ല. പിന്നെ why do you post any videos with your sister is in Dover? ഞാൻ ഇവിടെ സ്കോട്ട്ലൻഡിലാണ്. ഞങ്ങളിപ്പോൾ അങ്ങനെ അധികം മീറ്റ് ചെയ്യാറൊന്നുമില്ല. അപ്പം വീഡിയോ എടുക്കാനുള്ളൊരു സാഹചര്യം കുറവാണ്, അതാണ് പ്രശ്നം. ഈ സെബാമാഡ് ഷാമ്പൂ ഈസ് ഗുഡ്? ഓഫ് കോഴ്സ് സെബാമാഡിൻ്റെ ഡാൻഡ്രഫ് ഷാമ്പൂ എനിക്ക് നല്ല റിസൾട്ട് ആയിരുന്നു സാധനമാണ്. ഇന്നലെയും കൂടെ ഞാൻ അതാണ് യൂസ് ചെയ്തത്. വാട്ട് കണ്ടീഷണർ ആർ യു യൂസിങ്? കണ്ടീഷണർ യൂസ് ചെയ്യുന്നതിനേക്കാളും പകരം ഞാൻ ലോറിയലിൻ്റെ ഹെയർ മാസ്ക് ആണ് യൂസ് ചെയ്യുന്നത്. കണ്ടീഷണർ യൂസ് ചെയ്യൽ കുറവാണ്, പക്ഷേ ഇന്നലെ ഞാൻ കണ്ടീഷണറാണ് യൂസ് ചെയ്യുന്നത്. എന്താ കല്യാണം കഴിക്കാത്ത? ലവറുണ്ടോ? ലവറുണ്ട്. കല്യാണം കഴിക്കാം, ടൈം ആവട്ടെ. ഹായ് ചേച്ചി, നാട്ടിൽ വന്നാൽ ചേച്ചി വീട്ടിലേക്ക് വരണേ. അയ്യോടാ, വരാം. ബെസ്റ്റ് മെമ്മറി ആൻഡ് വേസ്റ്റ് മെമ്മറി ഇൻ ദ ലാസ്റ്റ് ട്രിപ്പിൽ പ്രശ്നമൊന്നുമില്ല. ഞാൻ ലൈഫിലാണെന്നുണ്ടെങ്കിൽ ബെസ്റ്റ് മെമ്മറി എൻ്റെ അച്ഛനമ്മ ഇവിടെ വന്ന് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു എൻ്റെ ബെസ്റ്റ് മെമ്മറി. വേസ്റ്റ് മെമ്മറി ഈ കഴിഞ്ഞ ഒരു 6-7 മാസങ്ങൾക്ക് മുന്നേ ഉണ്ടായ വിസേൻ്റെ പ്രശ്നം. അടുത്ത ദ സ്മൈൽ ഈസ് യുവർ ബ്യൂട്ടി. താങ്ക് യു സോ മച്ച്. എന്താ ഫേസിൽ ഒരു സങ്കടം? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒരു പ്രശ്നവുമില്ല, ഓക്കെയാണ്. തട്ടിയും മുട്ടിയും പോകുന്നേ ഉള്ളൂ.
അടുത്ത മോസ്റ്റ് ഫേവറേറ്റ് ഫുഡ് ദാറ്റ് യു മേക്ക്. ഹൗ മെനി വിഷ് യു ഹാവ് അച്ചീവ് ഫ്രം യുവർ ബക്കറ്റ് ലിസ്റ്റ്. എൻ്റെ ഗാമുഖം വിളിക്കുന്നു. പിന്നെ എടുക്കാം, അല്ലെങ്കിൽ എടുത്ത് പറഞ്ഞാലോ, ഞാൻ കേൾപ്പിച്ചു തരാം അവനെന്താണ് സംസാരിക്കുന്നത് നോക്കാം. ഹലോ ബേബി, ഞാൻ വീഡിയോ എടുക്കുന്നു ബേബി. ഓക്കെ ബൈ, ലവ് യു. പൂക്കി പൂക്കി പൂക്കി, ചെറിയൊരു പൂക്കി ഇടയ്ക്ക്. അടുത്ത നമ്മൾ എവിടെയാ വായിച്ച് നിർത്തിയേ? മോസ്റ്റ് ഫേവറേറ്റ് ഫുഡ് ദാറ്റ് യു മേക്ക്. ഹൗ മെനി വിഷ് യു ഹാവ് അച്ചീവ് ഫ്രം യുവർ ബക്കറ്റ് ലിസ്റ്റ്. ബക്കറ്റ് ലിസ്റ്റിലുള്ള അച്ചീവ്മെൻറ്റ്സ് ആണെങ്കിൽ കുറേ ഉണ്ട്, അത് പതിയെ പറയാം. ഫുഡ് ഞാൻ മേക്ക് ചെയ്യുന്നതിൽ എനിക്ക് ഇഷ്ടപ്പെട്ടത്, ഞാൻ റീസെൻ്റ്ലി അല്ല കഴിഞ്ഞ തവണ കുറേ നമ്മളൊരു ബിരിയാണിയുടെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ആ ബിരിയാണി ഇഷ്ടമാണ്. പിന്നെ ഞാൻ മെയിൻലി എനിക്ക് വേണ്ടിയിട്ട് കുക്ക് ചെയ്യുന്ന ഒരു ഫുഡെന്ന് പറഞ്ഞാൽ എന്തോ അതിൻ്റെ പേര്, പരിപ്പ് ഞാൻ എപ്പോഴും ഉണ്ടാക്കുന്നൊരു ഫുഡാണ്. പരിപ്പും ചോറും ഇത് നെയ്യും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഹേ ഐ വോണ്ട് ടോക്ക് യു റിലേറ്റ് സംതിങ് ബിസിനസ് ആൻഡ് പ്രൊമോഷൻസ്. ഓ സോറി. പിന്നെ എന്താ, സബിൽ എന്താണ് കോണ്ടൻറ്റ് കൊടുക്കുന്നത്? സബിൽ പ്രത്യേകിച്ചൊന്നുമില്ല, കുറച്ച് എക്സ്ക്ലൂസീവായിട്ടുള്ള ബോയ് ഫ്രണ്ടിൻ്റെ കൂടെ ഉള്ളതും പിന്നെ എൻ്റെ കുറച്ച് കോണ്ടൻസുകൾ മാത്രമേ ഉള്ളൂ. വിത്തൗട്ട് എക്സ്പീരിയൻസ് ജോബ് അപ്ലൈ ചെയ്താൽ കിട്ടുമോ ചാൻസ്? വിത്തൗട്ട് എക്സ്പീരിയൻസിൽ ജോബ് അപ്ലൈ ചെയ്താൽ എങ്ങനെയാണ് ജോലി കിട്ടുന്നത്? ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ Q&A. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എനിക്ക് പറയാനുള്ള ഒരുപാട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഈ വീഡിയോ കുറച്ച് ലോങ് ആയി പോയെന്ന് എനിക്കറിയാം, എന്നാലും നിങ്ങൾ ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കാണണേ. എനിവേ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു Q&A ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാൻ സമയമായി. ബൈ ഫ്രം നീരജ അമൂസ്.